കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ബേക്കിംഗ് പൗഡർ, 100 ഗ്രാം ബട്ടർ, 1/4 കപ്പ് ഉണക്കമുന്തിരി, 3/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി, 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, വാനില ഫ്ലേവർ, 2 മുട്ട. പ്ലം കേക്കിന് ബ്രൗൺ കളർ കിട്ടാനായി പഞ്ചസാര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. ഇതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പഞ്ചസാര ഉരുക്കിയെടുക്കാൻ. അല്പം ടൈം എടുത്ത് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരിയും 3/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ഇവിടെ ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 4 ഏലക്കായ, 1 പട്ട, 2 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതേ ജാറിൽ തന്നെ 2 മുട്ടയും 100 ഗ്രാം ബട്ടറും ചേർത്ത് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ മുട്ടയും ബട്ടറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില ഫ്ലേവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പൊടിച്ചു വച്ച പഞ്ചസാര മിക്സ്, ഇവയെല്ലാം അരിപ്പയിലൂടെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന പാലും ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ട്യൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒന്ന് തുറന്നു നോക്കാം. ഇനി കേക്ക് പാനിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് കാഷ്യൂ വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് ഇതിലേക്ക് 1 കപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചൂടായതിനു ശേഷം മാത്രമേ കേക്ക് പാൻ വെക്കാവൂ. നമുക്കിത് 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഉപ്പ് നന്നായി ചൂടായിട്ടുണ്ട്. കേക്ക് പാൻ ഡയറക്റ്റ് വയ്ക്കാൻ പാടില്ല. ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലായി വേണം കേക്ക് പാൻ വെക്കാൻ.
പാത്രത്തിന് ചൂടുള്ളത് കാരണം കേക്ക് പാൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് തുറന്നു നോക്കാം. കേക്ക് ഇവിടെ കുക്കായിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.